നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്നും. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആര് ഭരിച്ചാലും കണക്ക് എന്ന ചൊല്ല് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി. ജനങ്ങളോട് താൽപ്പര്യമുള്ളവർ ഭരിക്കുന്നതും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും പിണറായി വിജയൻ. മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനവുമായി MM മണി MLA. MM മണിയുടെ രോഷപ്രകടനം ചെങ്കുളം മൾട്ടി സ്പീഷ്യസ് മത്സ്യവിത്ത് ഫാമിന്റെ ഉദ്ഘാടന വേദിയിൽ. MM മണിയെ പ്രകോപിപ്പിച്ചത് ഉദ്ഘാടനത്തിന് സജി ചെറിയാൻ നേരിട്ട് എത്താത്തത്. വിമർശനത്തെ കൈയടിച്ച് സ്വീകരിച്ച സദസ്. ഏറെ നാളായി തങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമാണ് വെള്ളാപ്പള്ളി നടേശന്റെ അയോഗ്യതയെന്ന് SNDP യോഗം മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ. നേരത്തെ വരേണ്ടിയിരുന്ന തീരുമാനമാണ് ഇത്. SNDPയെ അവർ കുടുംബ സ്വത്താക്കി മാറ്റി. ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയവർ പോയ വഴിക്ക് തന്നെ SNDP യോഗത്തിന്റെ ഭാരവാഹികളും പോകേണ്ടി വരുമെന്നും വിദ്യാസാഗർ. പാർട്ടി വിട്ടാൽ സുധാകരൻ വെറും ഷൂ ആണെന്ന MM മണി. സുധാകരൻ മത്സരിച്ചാൽ പാർട്ടിക്ക് വെല്ലുവിളിയാകില്ല. ആരെയും പാർട്ടിയിൽ കെട്ടിയിട്ടിട്ടില്ല. സുധാകരൻ പോയാൽ പോട്ടെന്ന് വയ്ക്കും. പാർട്ടിക്ക് കാര്യങ്ങൾ നോക്കാൻ അറിയാമെന്നും MM മണി. വിശദമായ വാർത്തകളിലേക്ക്. ആര് ഭരിച്ചാലും കണക്കെന്ന ചൊല്ല് ശരിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പള്ളിവാസൽ വിപുലീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളോട് താൽപ്പര്യമുള്ളവർ ഭരിക്കുന്നതും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 60 മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയും ഇടുക്കി പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. 153.9 ദശലക്ഷം യൂണിറ്റ് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയിൽ 30 മെഗാവാട്ട് വീതം ശേഷിയുള്ള 2 ജനറേറ്ററുകളാണ് ഉള്ളത്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പദ്ധതിയുടെ ജലാശയത്തിലെ അധിക ജലലഭ്യത പ്രയോജനപ്പെടുത്തുകയാണ് വിപുലീകരണ പദ്ധതിയുടെ ലക്ഷ്യം. പള്ളിവാസൽ വിപുലീകരണ പദ്ധതി വലിയ നാഴികക്കല്ലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആര് ഭരിച്ചാലും കണക്കെന്ന ചൊല്ല് ശരിയല്ല. ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ നൽകുന്നതും ക്ഷേമ പെൻഷൻ 2000 രൂപ നൽകുന്നതും ഇതിന്റെ ഉദാഹരണമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആര് ഭരിച്ചാലും ബാക്കിയല്ലേ എന്നെടുത്തിട്ടുണ്ടത്. അതങ്ങനെയല്ല, അതാണ് ഈ കാണുന്നത്. അതാണ് കാണുന്നത്. നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. നാടിൻ്റെ അനുഭവത്തിലുള്ളതാണ്. ആര് ഭരിച്ചാലും ഒരുപോലെയല്ല. നാടുകൊണ്ട് പ്രതിബദ്ധത ഉള്ളവരും കോർപ്പറേറ്റുകളോട് മാത്രം പ്രതിബദ്ധതയുള്ളവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇതിലൊക്കെ കാണാൻ കഴിയും. നാടിനോട് പ്രതിബദ്ധത ഉണ്ടായാൽ അതിദാരിദ്ര്യമില്ലാത്ത നാടായിട്ട് മാറും. നമ്മുടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷത്തിൽ പരം വീഴ്ച കിട്ടുന്ന നാടായിട്ട് മാറും. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ 1,000 2,000 എന്നതിലേക്കും മാറും. ഇതൊക്കെ നമ്മുടെ നേരിട്ടുള്ള അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് സ്ഥാപിച്ച പള്ളിവാസൽ പദ്ധതിയുടെ സമീപത്ത് തന്നെയാണ് വിപുലീകരണ പദ്ധതിയുടെ നിലയവും സ്ഥാപിച്ചിരിക്കുന്നത്. 594 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. ഉദ്ഘാടന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനവുമായി MM മണി MLA. ചെങ്കുളം മൾട്ടി സ്പീഷ്യസ് മത്സ്യവിത്ത് ഫാമിന്റെ ഉദ്ഘാടന വേദിയിലാണ് MM മണിയുടെ രോഷപ്രകടനം. ഉദ്ഘാടനത്തിന് സജി ചെറിയാൻ നേരിട്ട് എത്താത്തതാണ് MM മണിയെ പ്രകോപിപ്പിച്ചത്. ഞങ്ങളെ എന്തിന് മെനക്കെടുത്തി? ഞാനും രാജ MLAയും പോരായിരുന്നു ഉദ്ഘാടനം ചെയ്യാൻ. അയാൾ അവിടെ ഇരുന്ന് ഓൺലൈനിൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നും MM മണി ചോദിച്ചു. MM മണിയുടെ വിമർശനത്തെ കൈയടിച്ച് സദസ്സ് സ്വീകരിച്ചു. ഒടുവിൽ പ്രസംഗിക്കാതെ MM മണി വേദി വിട്ടു. പിന്നെ എന്ത് ജോലിയാണ് ഞാനിങ്ങനെ പറഞ്ഞുതരാൻ മതി. പിന്നെ ഞങ്ങളുടെയൊക്കെ എന്തിനാ മെനക്കെടുത്തിയത്? ഞാൻ പറയാം, അവിടെ ഇരുന്ന് ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അത് ഈ രാജായും ഞാനും കൂടെ പോലെ ഇത് ഉദ്ഘാടനം ചെയ്യാം. ഇത് കുളിച്ചില്ലെങ്കിലും പോണം, പിഴപ്പുറത്ത് കിടക്കണം. തിരുവനന്തപുരത്തൊന്നും ഉണ്ടാക്കണം.
മെനക്കെടാൻ നമ്മൾ ഡീസൽ മേടിച്ച് കഷ്ടപ്പെട്ട് വിടും. മേലാൽ എന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ വേറെ വല്ലതും പറയും. ഞാൻ പറയുന്നില്ല. ഈ സദസ്സായത് ഒരു മനുഷ്യനെ മെനക്കെടുക്കുന്ന പണി. ഫിഷറീസ് വകുപ്പ് ഇടുക്കി ജില്ല ചെങ്കുളം മട്ടി സ്പെഷ്യൽ ഫിഷ് സീഡ് ഉദ്ഘാടനം സജി ചെറിയാൻ. ഡി കുര്യാക്കോസ്. എൻ്റെ ജോലി എന്താ? മുഖ്യ അതിഥിയായി ഞാൻ അഭിവാദ്യ പ്രസംഗം നടത്തിയായിട്ട് അവസാനിപ്പിക്കുന്നു. ഏറെ നാളായി തങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമാണ് വെള്ളാപ്പള്ളി നടേശന്റെ അയോഗ്യതയെന്ന SNDP യോഗം മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ. നേരത്തെ വരേണ്ടിയിരുന്ന തീരുമാനമാണ് ഇത്. കേസ് നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള നടേശന്റെ തന്ത്രമാണ് വിധി വൈകാൻ കാരണം. SNDP അവർ കുടുംബ സ്വത്താക്കി മാറ്റി. വെള്ളാപ്പള്ളിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും SNDP യോഗത്തിന് മോചനമായി. ഇപ്പോഴത്തെ ഭരണസ്തംഭനത്തിൽ ഇടപെടാൻ സർക്കാരിന് അധികാരമുണ്ട്. ശബരിമലയിൽ സ്വർണം കൊണ്ടുപോയവർ പോയ വഴിക്ക് തന്നെ SNDP യോഗത്തിന്റെ ഭാരവാഹികളും പോകേണ്ടി വരുമെന്നും വിദ്യാസാഗർ തൊടുപുഴയിൽ പറഞ്ഞു. ദീർഘകാലമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ യുദ്ധങ്ങൾ അതിൻ്റെ ഒരു കൾമിനേഷനിൽ എത്തിയിരിക്കുകയാണ്. വളരെ നേരത്തെ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണിത് വാസ്തവത്തിൽ. പക്ഷേ ഈ കേസ് നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള നടേശൻ നിയോഗിക്കുന്ന അഭിഭാഷകരുടെയും ഒരു തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്. ഇന്ന് യോഗത്തെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെയും അദ്ദേഹത്തിൻ്റെ സാമന്തന്മാരുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും യോഗത്തെ മോചിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രമാണ് ഞങ്ങളിതിനെ കാണുന്നത്. SNDP യോഗത്തെയും അതുപോലെ യോഗത്തിൻ്റെ വലിയ സ്വത്തുക്കളെയുമൊക്കെ ഈ കുടുംബ സ്വത്താക്കി മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഈ വിധി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭരണം സ്തംഭനത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആവശ്യമുള്ള ഡയറക്ടേഴ്സിനെ നിയോഗിക്കാൻ കേരള ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്, അധികാരമുണ്ട്. കമ്പനി നിയമം 167 വകുപ്പ് പ്രകാരം അതിനുള്ള അധികാരമുണ്ട്. ആ അധികാരം വിനിയോഗിക്കാൻ ഗവൺമെൻറ് അടിയന്തരമായി തയ്യാറാകണം. ശബരിമലയിൽ സ്വർണം കൊണ്ടുപോയവർ ഒരു വഴിക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ വഴിക്ക് തന്നെ SNDP യോഗത്തിൻ്റെ ഭാരവാഹികളും പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പാർട്ടി വിട്ടാൽ സുധാകരൻ വെറും ഷൂ ആണെന്ന M.M. മണി. സുധാകരൻ മത്സരിച്ചാൽ പാർട്ടിക്ക് വെല്ലുവിളിയാകില്ല. ആരെയും പാർട്ടിയിൽ കെട്ടിയിട്ടിട്ടില്ല. സുധാകരൻ പോയാൽ പോട്ടെന്ന് വയ്ക്കും. പാർട്ടിക്ക് കാര്യങ്ങൾ നോക്കാൻ അറിയാമെന്നും M.M. മണി പള്ളിവാസലിൽ പറഞ്ഞു. പിന്നെ സുധാകരൻ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പാർട്ടിയുമായി ഇത്രയും പതിറ്റാണ്ട് ബന്ധമുള്ള അതിപ്പോ പതിറ്റാണ്ട് ബന്ധമുള്ള എത്രയോ പേര് വലിയ ബന്ധമുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി. ചിലരെ ഞങ്ങൾ പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് പ്രസ്ഥാനം മുന്നോട്ട് പോകും. M.M. മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാണ്. ഇതിൽ നിന്ന് വിട്ടുപോയാൽ ഷൂവാ. എന്നാലും അയാൾ പ്രസ്ഥാനം വിട്ടെന്നും പോകുന്നൊന്നും ശരിയല്ല. അല്ലാതെ മത്സരിക്കുന്നതൊക്കെ തെറ്റാണ്. അയാൾ മന്ത്രിയായിരുന്ന ആളാണ്. ദീർഘനാൾ പാർട്ടിയുടെ സെക്രട്ടറി എന്ന് വേണ്ട. വൈകാരികമായല്ല അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം അതിനെയൊക്കെ പാർട്ടി നേരിട്ട് പോവുകയുള്ളൂ. അതൊന്നും ഇല്ലെന്നേ. ഇല്ലെന്നേ. ഇതിനു മുമ്പ് എത്ര പേരെ പുറത്താക്കി. എന്നിട്ട് ഈ പാർട്ടിക്ക് എന്ത് പറ്റി? അവിടെയൊക്കെ പേര് ഇപ്പൊ പറയുന്നത് മര്യാദകേടായോണ്ടാ ഞാൻ പറയാത്ത പുറത്താക്കിയവര്. പിന്നെ അല്ലാണ്ട് ഇപ്പൊ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്ന കെട്ടിയിട്ടില്ലാതെ അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. അവിടെ എന്താ പറയാൻ? അതൊക്കെ പാർട്ടി നേരിട്ടു. അത്ര
നെടുങ്കണ്ടം കുത്തുങ്കൽ 110 kV വൈദ്യുതി ലൈൻ നിർമ്മാണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. പൂർണ്ണമായും കാർഷിക ജനവാസ മേഖലകളിലൂടെയാണ് ലൈൻ കടന്നു പോകുന്നത്. കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നെടുങ്കണ്ടം ബേദിയിൽ ആക്ഷൻ കൗൺസിൽ യോഗം ചേർന്നു. 2009 കുത്തുങ്കൽ നെടുങ്കണ്ടം 110 kV പദ്ധതി വിഭാവനം ചെയ്തത്. 2012 ഇതുമായി ബന്ധപ്പെട്ട് ബോർഡ് കർഷകരെ സമീപിച്ചെങ്കിലും കൃഷിഭൂമിയും കാർഷിക വിളകളും ഇല്ലാതെയാക്കുന്ന പദ്ധതിക്കെതിരെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് ബോർഡ് പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ജീവനക്കാർ നിശബ്ദമായി സർവേ നടപടികൾ പൂർത്തീകരിക്കുകയും ഉടമസ്ഥർ അറിയാതെ അടയാളക്കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ കാർഷിക മേഖലയെന്ന് പറയുന്ന തിക്കായിട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു മേഖലയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ധാരാളം വിളകൾ നഷ്ടപ്പെട്ടുകൊണ്ടാണ് കൃഷിക്കാർ ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നത്. അപ്പം ഈ ലൈൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ലോകമുള്ള കാലം മുഴുവൻ ഈ സ്ഥലം KSE ബോർഡിന് വിട്ടുകൊടുക്കുകയാണ്. അതിന് തത്തുല്യമായ നഷ്ടപരിഹാരമോ, അതിന് ഭൂമിക്കായാലും അതുപോലെ തന്നെ വിളകൾക്കായാലും വീട് നഷ്ടപ്പെടുന്നവർക്കായാലും തത്തുല്യമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വിലയെപ്പറ്റിയോ കാർഷിക വിളകളുടെ നഷ്ടപരിഹാരത്തെപ്പറ്റിയോ കർഷകരോട് ആശയവിനിമയം നടത്തിയിട്ടില്ല. ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ വൈദ്യുതി വകുപ്പ് അധികൃതരുമായും മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായും ചർച്ചകൾ നടത്തിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഇതിന് 2012 ഇതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി 3 സർവേ നടത്തിയിരുന്നു. അതിൽ ഈ ജനനിബിഡമായിട്ടുള്ള മേഖലയിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകൃതം ആയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ഷൻ കൗൺസിലിനെ അല്ല ഈ ജനങ്ങളെ ഇത് ബോർഡ് കൃത്യമായിട്ടും അറിയിച്ചിട്ടില്ല. എന്താണ് സംഭവമെന്നും ഒന്നും അറിയിച്ചില്ല. ഈ അടയാളക്കല്ലുകൾ നമ്മുടെ ഭൂമിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമിയിൽ ചെല്ലുമ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ റിബൺ വലിച്ചു കെട്ടും ഈ കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവർ പണി തുടങ്ങാനായിട്ട് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകൃതമാകുന്നത്. 23/8/2025 നമ്മുടെ ആക്ഷൻ കൗൺസിൽ രൂപീകൃതമാകുന്നത്. നഷ്ടപരിഹാരം കണക്കാക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മുൻപ് ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതും പാലിക്കപ്പെട്ടിട്ടില്ല. ഇതോടെയാണ് ആക്ഷൻ കൗൺസിൽ ബേദലിൽ ജനകീയ കൂട്ടായ്മ വിളിച്ചു ചേർത്തത്. കാർഷിക വിളകളുടെ ഇനം തിരിച്ച് 30 മുതൽ 50 വർഷത്തെ ആദായ നഷ്ടം കണക്കാക്കി നഷ്ടപരിഹാരം നൽകണം. ടവർ നിർമ്മാണത്തിനായി റോഡ് വെട്ടുന്നതിന് ഏറ്റെടുക്കുന്ന ഭൂമിക്കും നഷ്ടപരിഹാരം നൽകണം. ഓരോ കർഷകനും നൽകുന്ന നഷ്ടപരിഹാര തുക രേഖപ്പെടുത്തി കർഷകരെ ബോധ്യപ്പെടുത്തിയ ശേഷം സമ്മതപത്രം നൽകണം. പട്ടയമില്ലാത്തവർക്കും പട്ടയമുള്ളവർക്ക് നൽകുന്ന അതേ നഷ്ടപരിഹാരം നൽകണം. വീടും മറ്റ് നിർമ്മിതികളും നഷ്ടപ്പെടുന്നവർക്ക് ഇവ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലവും ധനസഹായവും നൽകണമെന്നാണ് ജനകീയ കൂട്ടായ്മയുടെ ആവശ്യം. യോഗത്തിൽ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഫാദർ ജോസഫ് നടുപ്പടവിൽ അധ്യക്ഷനായിരുന്നു. കൺവീനർ ജോൺസൺ കിഴക്കേക്കര, സജി പേഴുത്തുവയലിൽ, ജോജി ഇടപ്പള്ളിക്കുന്നേൽ, മാത്തുക്കുട്ടി ഇടയിടം, രാജേഷ് അമ്പഴം, തോമസ് കോട്ടുതുണ്ടിയിൽ എന്നിവർ സംസാരിച്ചു. ഹോട്ടലുകളിൽ ഗ്യാസിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് ഉടൻ പിൻവലിച്ച ഗ്യാസ് വിതരണം സുഗമമാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഗൾഫിൽ യുദ്ധം നടക്കുന്നതിന്റെ പേരിൽ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഗ്യാസ് ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര സർക്കാർ നടപടി ഹോട്ടൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ തേക്കടിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഉൾപ്പെടെയുള്ള വാണിജ്യ ഗ്യാസ് വിതരണത്തിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഗൾഫിൽ യുദ്ധം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ LPGക്ക് കടുത്ത ക്ഷാമം നേരിടേണ്ടി വരുമെന്നുള്ള വാർത്തകൾ വരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് ഹോട്ടൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പല ഹോട്ടലുകളും അടച്ചുകൊണ്ടിരിക്കുകയാണെന്നും തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ പറഞ്ഞു. ഹോട്ടലുകളിൽ കൊമേഴ്സ്യൽ ഗ്യാസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ച ഉത്തരവ് പിൻവലിച്ച് എല്ലാ ഹോട്ടലുകളിലും പാചകവാതകം സുഗമമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഹോട്ടൽ മേഖലകൾ ആകെ പ്രതിസന്ധിയിലാണ്. ടൂറിസം മേഖലയിലും ആശുപത്രികളിലൊക്കെ കണ്ടമാനം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ധാരാളം ആളുകൾ ഭക്ഷണം കിട്ടാതെ വലയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കൊമേഴ്സ്യൽ ഗ്യാസിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. സ്വാഭാവികമായിട്ടും ആശുപത്രികൾ ഒത്തിരിയുള്ള പ്രദേശങ്ങളിൽ ക്യാൻറ്റീനോട് കൂടിയ ആശുപത്രികൾ കുറവാണ്. അപ്പോൾ രോഗികൾ ഭക്ഷണം കഴിക്കുന്നത് പൊതുവെ ടൗണുകളിലുള്ള ഹോട്ടലുകളിൽ നിന്നാണ്. ഇന്ന് ഹോട്ടലുകളിൽ വിറകടുപ്പുകൾ വളരെ വിരളമായാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് അതുപോലെ തന്നെ ടൂറിസം മേഖലകളിൽ
വലിയ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഇടുക്കിയിലെ പ്രധാനപ്പെട്ട തേക്കടി, വാഗമൺ, മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ 100 കണക്കിന് ടൂറിസ്റ്റുകളാണ് വന്നു പോകുന്നത്. അവരെല്ലാം ഭക്ഷണം കഴിക്കുന്നത്, അതിനുവേണ്ടി ആശ്രയിക്കുന്നത് ടൗണിലുള്ള ഹോട്ടലുകളെയാണ്. അപ്പോൾ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഈ പാചകവാതകത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. തൊഴിലാളികൾ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും അവന് ദിവസ ശമ്പളം കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല, കറണ്ട് ചാർജ് അടയ്ക്കാതിരിക്കാൻ നിർവാഹമില്ല, ബാങ്ക് ലോണുകൾക്ക് ഡെയിലി കളക്ഷന് വേണ്ടി അതിൻ്റെ കളക്ഷന് വേണ്ടി വരുന്ന ആളുകൾക്ക് പണം കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ തീർച്ചയായിട്ടും ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിരിക്കും ഈ കൊമേഴ്സ്യൽ ഗ്യാസുകൾക്ക് ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള നിയന്ത്രണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് എത്രയും വേഗം പിൻവലിച്ച് ഗ്യാസ് വിതരണം സുഗമമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സണ്ണി മാത്യു, സനൂപ് സ്കറിയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൂക്കുപാലം പബ്ലിക് മാർക്കറ്റ് സമുച്ചയം നാടിന് സമർപ്പിച്ചു. ആദ്യഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി 8000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. ഹൈറേഞ്ചിന്റെ കുടിയേറ്റ കാലത്തോളം പഴക്കം ചെന്ന മാർക്കറ്റാണ് തൂക്കുപാലം. മാർക്കറ്റിലെ കെട്ടിടങ്ങൾ കാലപ്പഴക്കം മൂലം നാശത്തിന്റെ വക്കിലെത്തിയതോടെയാണ് ആധുനിക മാർക്കറ്റ് സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമായി സെല്ലാർ ഫ്ലോറിംഗ്, പൊതുമാർക്കറ്റ്, മീറ്റ്, ഫിഷ് സ്റ്റാളുകൾ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ ഉൾപ്പെടുന്ന 8000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മാണം പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനം MM മണി MLA നിർവഹിച്ചു. അവർ പുതിയ പബ്ലിക് മാർക്കറ്റ് തുടങ്ങി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു വരുന്നത് ഈ പ്രദേശത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് പേര് പറയുന്നത് എനിക്ക് ഒരു പിടിയില്ല. നിങ്ങൾ എന്താണ് അതിനെ സംബന്ധിച്ച് തീരുമാനിച്ചാൽ മതി. എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. ഞാൻ പറയും, ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു കേന്ദ്രമല്ലേ ഈ സ്ഥലം. ഈ മാർക്കറ്റും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥാപനമല്ല. ഇതിന് എല്ലാവരും സഹകരിക്കുന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS ബിനു അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷീന അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ R അഖിൽ, ജിജി അരുൺ, ബീന പ്രസാദ്, KS അൻസാരി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VC അനിൽ, KR ഉണ്ണികൃഷ്ണൻ നായർ, PN മോഹനൻ, കാഞ്ഞാർ ഈസ, പഞ്ചായത്ത് സെക്രട്ടറി P ബ്രൈറ്റുമോൻ എന്നിവർ സംസാരിച്ചു. പണിതീരാത്ത തൂക്കുപാലം പബ്ലിക് മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടത്തി കരുണാപുരം പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളുടെ മുമ്പിൽ വിഡ്ഢികളായതായി UDF. മാർക്കറ്റ് ഉദ്ഘാടനത്തിൽ നിന്നും UDF അംഗങ്ങൾ വിട്ടുനിന്നു. മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 50% പോലും പൂർത്തീകരിച്ചിട്ടില്ല. നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇനിയും മാസങ്ങളെടുക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് തട്ടാനുള്ള ശ്രമമാണ് LDF നടത്തുന്നത്. അധികാരത്തിൽ വന്നിട്ട് 2 മാസം മാത്രമായ ഈ ഭരണസമിതി എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതായി അവകാശപ്പെടുന്നതെന്നും UDF അംഗങ്ങൾ ചോദിച്ചു. അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന ഈ വേളയിൽ ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് തട്ടാനുള്ള ശ്രമത്തിലാണ് പാർട്ടി നേതൃത്വം. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലും പണി തീർക്കാത്ത തൂക്കുപാലം മാർക്കറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നടത്തുകയാണ്. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും മാസങ്ങളെടുക്കും. പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാണ് നമ്മളെല്ലാവരും ഇതുവരെയും കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലും ഇടുക്കി ജില്ലയിലെ ആകമാനവും നടത്തിയ ഉദ്ഘാടനങ്ങളെല്ലാം പണി പൂർത്തീകരിക്കാത്തതാണ്. ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്താകമാനം ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. നമ്മളത് ചാനലിൽ കൂടിയൊക്കെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജില്ലയിലെമ്പാടും പണിതീരാത്ത പലതിന്റെയും ഉദ്ഘാടനങ്ങൾ നടന്നുവരികയാണെന്നും UDF ആരോപിച്ചു. നെടുങ്കണ്ടത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ മിനി പ്രിൻസ്, PT വർക്കി, സുനിൽ കൊല്ലക്കാട്ട്, ജെയ്മോൻ നെടുവേലിൽ, പ്രസന്നൻ പുളിക്കൽ, മധുസൂദരൻ, പുഷ്പവല്ലി, ലതാകുമാരി, മറിയാമ്മ തോമസ് എന്നിവർ പങ്കെടുത്തു. ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ NDA ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MLA MM മണിയുടെ നെടുങ്കണ്ടത്തെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് N ഹരി ഉദ്ഘാടനം ചെയ്തു. BJP ഉടുമ്പൻചോല നിയോജകമണ്ഡലം ഇൻചാർജും സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ K കുമാർ അധ്യക്ഷനായിരുന്നു.
BJP ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് N. ഹരി സമരം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഭരണമാറ്റങ്ങൾ വരുന്നു, കാറ്റ് അനുകൂലമല്ല എന്ന് തോന്നുന്നു. NDA സംബന്ധിച്ച് ശക്തി പ്രാപിക്കുന്നു. അത് പാർട്ടിക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിക്കറിയാം ഇക്കാര്യം. അപ്പോഴാണ് M. മണി പറയുന്നത് രാജേന്ദ്രനെ, കാരണം അദ്ദേഹം ഇവിടെ കുറെ കാലങ്ങൾ നമ്മുടെ പാർട്ടിയുടെ ആളൊക്കെ ആയിരുന്നു, രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്ന് പറയും. സ്ഥിരം ഭാഷയാ. കോടതിയിലൊക്കെ ചെന്നാലും അല്ല, പോലീസ്, ഇവിടുത്തെ പോലീസ് ഉണ്ടല്ലോ, പോലീസ് പറയുന്നത്, അവര് പറയും അത് മലയാള ഭാഷ തർജ്ജമ എടുത്ത് നോക്കിയപ്പം കോടതിയെ ശുംഭൻ എന്ന് വിളിച്ചാൽ അതിന് വേറെ വ്യാകരണം, മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ വേറെ വ്യാകരണം, NDA പറഞ്ഞാൽ വേറൊരു വ്യാകരണം, അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കല്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചേർത്ത് പോലീസിന് നല്ല തിരക്കഥ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്ന് ആദ്യം അദ്ദേഹം പറഞ്ഞു, തൊഴിലാളികളുടെ സമ്മേളനത്തിൽ പറഞ്ഞു നിങ്ങളങ്ങ് കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് അനീഷ് KP, ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, BDJS സംസ്ഥാന ഉപാധ്യക്ഷയും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ C. സന്തോഷ് കുമാർ, രതീഷ് വരകുമല, വണ്ടൻമേട് മണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അരുൺ അമ്പാടി, സജിമോൻ VS, സന്തോഷ് കുമാർ, ബിജു കോട്ടയിൽ, ബിനോയ് ആനിക്കാട്, BDJS ജില്ലാ ജനറൽ സെക്രട്ടറി സന്ദീപ്, ജില്ലാ ട്രഷറർ ജോബി തുടങ്ങിയവർ സംസാരിച്ചു. LDF ഇടുക്കി നിയോജക മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാഞ്ചാർ സ്വരാജിൽ സ്വീകരണം നൽകി. CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനും പുതിയ വികസന പദ്ധതികളെപ്പറ്റി സംവദിക്കുന്നതിനുമായാണ് LDF ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. റോഷി അഗസ്റ്റിൻ ക്യാപ്റ്റനായുള്ള ജാഥ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തും. CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിന്നും MP ആയി പാർലമെന്റിലേക്ക് പോയ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമുള്ള കോൺഗ്രസിലെ MPമാര് കേന്ദ്ര BJPയുടെ ഗവൺമെന്റ് കേരളത്തോട് കടുത്ത അവഗണനയും അതുപോലെ തന്നെ ഗവൺമെന്റിനെ സഹായിക്കേണ്ട ഘട്ടങ്ങളിൽ സഹായിക്കാതിരിക്കുകയും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ട റേഷൻ അടക്കമുള്ളത് വെട്ടിക്കുറച്ച സമയത്തും ഒരു വാക്കുകൊണ്ട് പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് തെറ്റാണെന്നും കേരളത്തിന് അർഹതപ്പെട്ടത് തരണമെന്ന് പറയുവാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തെക്കുറിച്ച് ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ ചിന്തിക്കുകയും ആ ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ നിലപാടെടുത്തവർക്കെതിരായിട്ടുള്ള പ്രതികരണം ഉണ്ടാവുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സ്വരാജിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ലെബക്കട, പുളിയന്മല എന്നിവിടങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ മാനേജരും CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MK പ്രിയൻ വൈസ് ക്യാപ്റ്റനുമാണ്. സ്വീകരണ യോഗത്തിൽ റോമിയോ സെബാസ്റ്റ്യൻ, NK പ്രിയൻ, KL ജോസഫ്, ഷാജി കാഞ്ഞമല, KG സത്യൻ, VR ശശി, സുനിൽ സെബാസ്റ്റ്യൻ, അനിൽ കുവപ്ലാക്കൽ, ജോസ് കുഴികണ്ടം, ഷിജോ തടത്തിൽ, KC ബിജു തുടങ്ങിയവർ സംസാരിച്ചു. LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് തോപ്രാങ്കുടിയിൽ സ്വീകരണം നൽകി. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസന നേട്ടങ്ങൾ വിശദീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്യാപ്റ്റനായ ജാഥയ്ക്കാണ് തോപ്രാങ്കുടിയിൽ സ്വീകരണം നൽകിയത്. 11 രാവിലെ മുനിയറയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ മാത്യു ഉദ്ഘാടനം ചെയ്ത ജാഥ കൊന്നത്തടി, 5-ാം മൈൽ, കമ്പിളിക്കണ്ടം, പാറത്തോട്, മേലെ ചിന്നാർ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തോപ്രാങ്കുടിയിലെത്തിയത്. ടൗണിൽ നടന്ന സ്വീകരണ യോഗത്തിൽ കേരള കോൺഗ്രസ് M ട്രേഡ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജോർജ് അമ്പഴം അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ചേർത്ത് നിർത്തിയ ഒരു സർക്കാരാണ്. കക്ഷിയും രാഷ്ട്രീയവും ആ നിലയിൽ നിൽക്കുമ്പോഴും ജീവൽ മരണ പോരാട്ടത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് സമരം നടത്തിയ ഭൂപ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധ്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം സമ്മതിക്കുക, തെറ്റുണ്ടെ തിരുത്താം. ആ നിലയിൽ വരുന്ന നിങ്ങളുടെ ഹൃദയവികാരങ്ങളെ എൻ്റെ മനസ്സോട് ചേർത്ത് നിർത്തി കോവിഡിന്റെ കാലഘട്ടത്തിൽ പടുത്തുയർത്തിയ അടിത്തറയുണ്ട്. ബലിഷ്ഠമായ അടിത്തറയിൽ പണിതാൽ ആ കെട്ടിടം നിലംപതിക്കില്ല എന്ന ബോധ്യം എനിക്കുണ്ട്. ആ ബലിഷ്ഠമായ അടിത്തറ 2018 പ്രളയത്തിന്റെയും കോവിഡിന്റെയും ഘട്ടത്തിൽ പണിത അടിത്തറയാണെങ്കിൽ ആ അടിത്തറയിൽ പണിതുയർത്തുന്ന കെട്ടിടമാണ് 3ാം പിണറായി സർക്കാർ എന്ന അഭിമാനത്തോടെ പറയണം. ജാഥ മാനേജറും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ റോമിയോ സെബാസ്റ്റ്യൻ, വൈസ് ക്യാപ്റ്റൻ NK പ്രിയൻ, ജാഥ അംഗങ്ങളായ സിനോജ് വള്ളാടി, ഷിജോ തടത്തിൽ, സുനിൽ സെബാസ്റ്റ്യൻ, KN മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ കിടപ്പ് രോഗികളുടെ കുടുംബസംഗമം നടന്നു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ആരോഗ്യ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച കൈകോർക്കാം നമുക്കൊരുമിച്ച് എന്ന പേരിലാണ് സംഗമം നടത്തിയത്. ഇരട്ടിയാർ അൽഫോൻസ ഭവനിലെ അന്നക്കുട്ടിയമ്മ സംഗമം ഉദ്ഘാടനം ചെയ്തു.
പരസ്പരം സൗഹൃദം പുതുക്കാനും ഈ മേഖലയിലേക്ക് ജനശ്രദ്ധ കൂടുതൽ ആകർഷിക്കുന്നതിനും പാലിയേറ്റീവ് പരിചരണ രംഗത്തേക്ക് കൂടുതൽ വോളണ്ടിയർമാരെ കണ്ടെത്തുന്നതുമായിരുന്നു സംഗമത്തിന്റെ ലക്ഷ്യം. സമൂഹത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവരവരുടെ ഭവനങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകളുടെയും രോഗികളെ പരിചരിക്കുന്നതിന് വളരെയധികം സമയം ചെലവഴിക്കേണ്ടി വരുന്നവരുടെയും മാനസിക ഉല്ലാസവും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവസരവുമാണ് ഒരുക്കിയത്. പാലിയേറ്റീവ് പ്രവർത്തകരെ ചടങ്ങിൽ അനുമോദിച്ചു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ മുഖ്യപ്രഭാഷണം നടത്തി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറെ വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്, അതെല്ലാം പങ്കുവയ്ക്കുന്നതിനും ന്യായമായിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ ഈ ഇത്രയും പേര് സഹിച്ചും അല്ലെങ്കിൽ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് കടന്നു വരുന്നതെന്നറിയാം. അത് നന്നായി എല്ലാവർക്കും പങ്കെടുക്കാനെത്തിയ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി യുലുപ്പിലിക്കാട്ട് അധ്യക്ഷനായിരുന്നു. സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ചെമ്പകപ്പാറ ഫാമിലി ഹെൽത്ത് സെന്റർ അധികൃതർ, ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, പാലിയേറ്റീവ് നഴ്സുമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പുതുതായി വലിക്കാൻ ഉദ്ദേശിക്കുന്ന പീരുമേട് കട്ടപ്പന 110 kV ഇലക്ട്രിക് ലൈനിന്റെ റൂട്ടിൽ നിന്ന് കാഞ്ചിയാർ പഞ്ചായത്തിലെ ജനവാസ മേഖലകളെ ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ വേണ്ട ഇടപെടലുകൾ നടത്തിയ മന്ത്രി റോഷി അഗസ്റ്റിന് ലബക്കടയിൽ സ്വീകരണം നൽകി. ലബക്കട ജനകീയ കർഷക സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. പീരുമേട് കട്ടപ്പന 110 kV ഇലക്ട്രിക് ലൈൻ കടന്നുപോകുന്നത് കാഞ്ചിയാർ പഞ്ചായത്തിലെ ജനവാസ മേഖലയിലൂടെയായിരുന്നു. ഇത് മേഖലയിലെ കർഷകരെ അടക്കം ആശങ്കയിലാഴ്ത്തി. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നു. ഇതോടെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ സർക്കാർ തലത്തിൽ ഇടപെട്ട് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് ജനവാസ മേഖലയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചത്. അതിന് വേണ്ടി 2 ഘട്ടമായിട്ട് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിവന്ന ആദ്യ ഡിസൈനും സാഹചര്യവും എല്ലാം മാറ്റി വീണ്ടും തയ്യാറാക്കേണ്ടി വന്നു. അങ്ങനെ ഫോറസ്റ്റിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ അതിന് പകരം ഭൂമി കൊടുക്കേണ്ട ഒരു സ്ഥിതി കണ്ടെത്തണമെന്നുള്ള നിലയായി ആ നിലയിൽ അങ്ങനെ പരിശോധിക്കാം എന്ന നിലയിൽ ഒരു തീരുമാനം കൈക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയത്തക്ക സാഹചര്യങ്ങൾ നമുക്ക് രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ അത് ഏറെ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ജനസമൂഹത്തോടുള്ള ഒരു വലിയ ആത്മാർത്ഥതയോടെ കടന്നു വന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ വരാത്തവരായ ഒരുപാട് ആളുകളുണ്ട്. ഇവരെയൊക്കെ ഒത്തിരി നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവരുടെ എല്ലാവരുടെ അധ്വാനത്തിന് ഫലമായിട്ട് അതുപോലെ തന്നെ സർക്കാരിൻ്റെയും അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ നല്ല ഇടപെടലുകൾ ഈ ഭാഗത്ത് നിന്ന് ഈ സമയങ്ങളിലൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ അനുകൂലമായിട്ട് നമ്മുടെ ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് പ്ലാന്റേഷൻ മേഖലയിലൂടെ ആ 110 kV ലൈൻ അലൈൻമെന്റ് തിരിച്ചുവിടാനായിട്ട് സാധിച്ചു എന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാനകരമായ ഒരു കാര്യമാണ്. കാഞ്ചിയാറിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് നിറവേറ്റിയത് ജനകീയ കർഷക സമിതിയാണ് മന്ത്രി റോഷി അഗസ്റ്റിന് സ്വീകരണം നൽകിയത്. ലബക്കടയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ പങ്കെടുത്തു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് 22 കോടി രൂപയുടെ ബജറ്റ്. വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS യശോധരൻ അവതരിപ്പിച്ചത്. 21,66,00,000 രൂപ വരവും 20,27,00,000 രൂപ ചെലവും 1,39,00,000 രൂപ മിച്ചവും ഉൾക്കൊള്ളുന്നതാണ് ബജറ്റ്. ബ്ലോക്ക് പരിധിയിൽ സ്വന്തമായി ഭവനമില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും ഭവനം ഉറപ്പുവരുത്തുന്നതിനായി 1,12,00,000 രൂപ വകയിരുത്തി. ആരോഗ്യ മേഖലയിൽ വയോജനങ്ങൾക്കും യുവതീ യുവാക്കൾക്കും പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വയോജന പാർക്കും ഓപ്പൺ ജിമ്മും സ്ഥാപിക്കും. ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകളാണ് മറ്റൊരു പ്രത്യേകത. കാർഷിക മേഖലയിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 10 ലക്ഷം രൂപ വകയിരുത്തി. സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരെയും അവസരം അനുഭവിക്കുന്നവരെയും ക്ഷേമം ലക്ഷ്യമിട്ട് ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും തികച്ചും സുതാര്യമായ രീതിയിൽ അഴിമതിരഹിതമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു. 2026-27 സാമ്പത്തിക വർഷം 21,66,73,600 രൂപ വരവും 20,27,2,483 രൂപ ചെലവും 1,39,71,117 രൂപ നീക്കിയിരിപ്പും ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നു.
ക്ഷീര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കാലിത്തീറ്റ സബ്സിഡിക്കായി 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പരിധിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പുതിയവ കണ്ടെത്തുകയും ചെയ്യും. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കുടിവെള്ളം, മാലിന്യ സംസ്കരണം, ടോയ്ലറ്റുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. ഇതിനായി പഞ്ചായത്തുകളുടെ സഹകരണം ഉറപ്പാക്കും. ടൂറിസം വികസനം ലക്ഷ്യമിട്ട് 20 ലക്ഷം രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പാമ്പാടുംപാറ PHC വികസനത്തിന് 26 ലക്ഷം രൂപയും രാജക്കാട് CHCക്ക് 42 ലക്ഷം രൂപയും അനുവദിച്ചു. കാർഷിക മേഖലയിൽ കാർഷിക ഗ്രൂപ്പുകൾക്ക് വിവിധ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല, പാലിയേറ്റീവ് തുടങ്ങിയവയ്ക്കും ബജറ്റിൽ ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമിയുടെ അധ്യക്ഷതയിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ സെക്രട്ടറി S. പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംഘകൃഷി പദ്ധതികളിലൂടെ കർഷക കൂട്ടായ്മകളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൃഷി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡി വിതരണ പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ധനസഹായ വിതരണോദ്ഘാടനം പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി നിർവഹിച്ചു. കർഷക കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുകയും സ്ഥിരം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് കർഷക ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുന്നത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള കൃഷി വ്യാപിപ്പിക്കാനും കർഷകർക്ക് കൃഷിയിലേക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സബ്സിഡി വിതരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ചിന്നി നിർവഹിച്ചു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നാനാ മേഖലകളിലും വിവിധങ്ങളായ പരിധികൾക്കുള്ളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാടും കൃഷിയോടുള്ള സ്നേഹവും ഉൽപ്പന്നമായി മാറട്ടെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ റിസൾട്ട് ഉണ്ടാകട്ടെ. ഇതോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു ചെറിയ പദ്ധതി കൂടി ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൊക്കോ ഉൽപാദനം കൂടി നമ്മുടെ ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന നല്ലൊരു ശതമാനം പ്രദേശം പഞ്ചായത്തുകൾ, 6 പഞ്ചായത്തുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിനുള്ളിൽ വരുന്നത്. വാഴത്തോപ്പ്, പാത്തിക്കുഴി, കഞ്ഞിക്കുഴി, മരിയാപുരം, കാമാക്ഷി, അറക്കുളം. കാമാക്ഷി പഞ്ചായത്തിന് ചില മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോഴും ബാക്കി എല്ലാ പഞ്ചായത്തിന്റെയും നല്ല മേഖലകളിലും കൊക്കോ കൃഷി ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വിവിധ കർഷക സംഘങ്ങൾക്കും ഗ്രൂപ്പുകൾക്കുമാണ് ധനസഹായം ലഭ്യമാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷനായിരുന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുജിതാമോൾ CS പദ്ധതി കർഷകർക്ക് നൽകുന്ന ഗുണഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോളി ടോമി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോന ട്രീസ ജോബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അജിത് കുമാർ KK, നില ബിജു, ടെസി തങ്കച്ചൻ, ബിജി കണ്ണൻ, ഡോളി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാർ ഉൽപ്പന്നമായ ഹില്ലി അക്വ കുടിവെള്ളത്തിന്റെ ഔട്ട്ലെറ്റ് കട്ടപ്പന വെള്ളയാങ്കുടിയിൽ ആരംഭിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. 1/2 ലിറ്റർ, 1 ലിറ്റർ, 2 ലിറ്റർ, 5 ലിറ്റർ എന്നീ അളവുകളിലായാണ് ഔട്ട്ലെറ്റിൽ കുടിവെള്ളം തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹില്ലി അക്വായുടെ ഫാക്ടറിയും വെള്ളയാങ്കുടിയിൽ പ്രവർത്തനം ആരംഭിക്കും. 7.5 കോടി രൂപ മുതൽ മുടക്കിയാണ് ഫാക്ടറി നിർമ്മിക്കുന്നത്. ആദ്യപടിയായി ദിവസേന 50,000 ബോട്ടിൽ കുപ്പിവെള്ളം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് നിർമ്മിക്കുന്നത്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വിതരണം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. പ്രകൃതി സൗഹൃദമായ കുപ്പിയിൽ കുടിവെള്ളം വിതരണം നടത്തുവാൻ ആരംഭിച്ചിരിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കട്ടപ്പനയിൽ ഇപ്പം നമ്മൾ 50,000 കുപ്പിയാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധ്യതയുള്ള പ്ലാന്റാണ് തുടങ്ങുന്നത്. ഇത് അന്യ സംസ്ഥാനത്തേക്കും തമിഴ്നാട്ടിലേക്കൊക്കെ ഇവിടുന്ന് കൂടുതൽ വിതരണത്തിനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്നുള്ള നിലയിലും കൂടി കണ്ടുകൊണ്ടാണ് വ്യാവസായികമായി ഒക്കെ വളർന്നു വരുന്നൊരു ടൗൺഷിപ്പിൽ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ തന്നെ അധീനത്തിലുള്ള പ്ലാന്റ് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും നല്ലതാണെന്ന ബോധ്യം ഉണ്ട്. യോഗത്തിൽ കേരള കോൺഗ്രസും സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് തോമസ്, CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, KP സുമോദ്, ഷാജി കുത്തോടി, CR മുരളി, ടോമി ജോർജ്, ഷാജി പാലത്തിനാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ശാന്തൻപാറയിൽ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കൈത്താങ്ങായി ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്തു. പ്രമേഹ രോഗികൾക്ക് വീട്ടിലിരുന്ന് തന്നെ രക്തത്തിലെ ഷുഗർ നില പരിശോധിക്കാൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്കിന് കീഴിലുള്ള 7 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന ആരോഗ്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് ശാന്തൻപാറയിലും ഗ്ലൂക്കോമീറ്ററുകൾ വിതരണം ചെയ്തത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പദ്ധതിയുടെ 2ാം ഘട്ട വിതരണമാണ് നടന്നത്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഗ്ലൂക്കോമീറ്റർ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പണ്ട് ഷുഗർ എന്നൊരു രോഗം അല്ലെങ്കിൽ പ്രമേഹം എന്ന് കേൾക്കുന്നത് 60 വയസ്സിന് ശേഷം മാത്രം വരുന്ന ഒരു രോഗമായും അതുപോലെ അല്ലെങ്കിൽ അത് ഇച്ചിരി സാമ്പത്തിക ശേഷിയുള്ളവർക്ക് വരുന്ന രോഗമായിട്ടായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് മുതൽ ഒരു ടെസ്റ്റ് നടത്തിക്കൊണ്ട് നമ്മൾക്കറിയാം, ഇപ്പോൾ ഒരു 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികൾക്ക് ഒരു അമിതമായ ക്ഷീണമായിട്ട് ആശുപത്രിയിലേക്ക് ചെന്നാൽ ഡോക്ടർമാർ പറയും ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ
ഒരുപക്ഷെ ഭക്ഷണക്രമത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ വ്യായാമക്കുറവിൻ്റെ ആവാം, എല്ലാം ചെറിയ കുട്ടികളെ മുതൽ ഈ രോഗം ബാധിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾക്കുണ്ട്. 454 പേർക്കാണ് രണ്ടാം ഘട്ടത്തിൽ ഗ്ലൂക്കോമീറ്ററുകൾ നൽകിയത്. ഇതിലൂടെ രോഗനിയന്ത്രണം കൂടുതൽ ഫലപ്രദമാക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താനും സാധിക്കുമെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. ഡോക്ടർ ഷെറിൻ ഗ്ലൂക്കോമീറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് സംബന്ധിച്ച് പ്രായോഗിക പരിശീലനവും നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജു ജെ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, SCB പ്രസിഡന്റ് VV ഷാജി, വയോജനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കളിക്കളത്തിൽ സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതായി പരാതി. പഞ്ചായത്ത് 6-ാം വാർഡ് ജോസ്പുരത്താണ് കളിക്കളത്തിന് തീയിട്ടത്. അഗ്നിബാധയിൽ കോർട്ടിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന നെറ്റ് ഉൾപ്പെടെ കത്തി നശിച്ചു. വാത്തിക്കുടി പഞ്ചായത്ത് 6-ാം വാർഡിൽപ്പെടുന്ന ജോസ്പുരത്താണ് പള്ളിക്ക് സമീപം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫുട്ബോൾ കോർട്ടിന് സമീപം അഗ്നിബാധ ഉണ്ടായത്. തീ പടർന്നതോടെ കോർട്ടിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന നെറ്റ് പൂർണ്ണമായും കത്തി നശിച്ചു. കൂടാതെ കേബിളുകളും കത്തി നശിച്ചതോടെ വാർത്താവിനിമയ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ഫലമായിട്ടാണ് ഇത് കത്തി നശിച്ചതെന്നുള്ള സംശയമുണ്ട്. നിരവധി പ്രശ്നങ്ങളാണ് ഈ മേഖലകളിൽ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്നത്. അതിനാൽ പോലീസുകാരുടെ രാത്രികാലത്തുള്ള സർവീസും ബാക്കി കാര്യങ്ങളും ഈ വല കത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് അറിയിക്കാനുള്ളത്. സമീപത്ത് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഈ ഫ്ലെക്സ് ബോർഡിന് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതാണ് പ്രദേശത്ത് തീ പടരാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. നബാർഡ്, വൊസാഡ്, വനിതാ ശിശു വികസന വകുപ്പ്, തേജസ് വുമൺ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കാഞ്ചിയാർ പേഴിങ്കണ്ടം സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ അനിതാ ദീപ്തി BS സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യവും സാമ്പത്തികവും നിയമപരവുമായ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണായ സ്വയം സഹായ സംഘങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചത്. തേജസ് വുമൺ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി ചേർന്ന് പേഴുങ്കണ്ടം, കാഞ്ചിയാർ, അഞ്ചുരുളി, കല്യാണത്തണ്ട് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന 40ഓളം സ്വയം സഹായ സംഘത്തിൽ നിന്നുള്ള 200ഓളം വനിതാ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ആഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീന ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ അനിതാ ദീപ്തി BS സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏതൊരു വലിയ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നത് പോലുള്ള അതേ രീതിയിലുള്ള സിലബസ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അംഗനവാടിയിലൂടെ പകർന്ന് നൽകുന്നത്. ഇത് പല അമ്മമാർക്കും അറിയില്ല, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. കേന്ദ്രീയ വിദ്യാലയമോ അല്ലെങ്കിൽ ISS സ്കൂളുകൾ പോലെയുള്ള ഉന്നത CBSE നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ള അതേ സിലബസാണ് അംഗനവാടികളിലെ കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നത്. വിദ്യാഭ്യാസ സാർവത്രികമാക്കുകയും NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയം മാറുന്നതിന്റെയും അടിസ്ഥാനത്തിൽ വൊസാഡ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. നബാർഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ അരുൺ MS വനിതാ ദിന സന്ദേശം നൽകി. ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ പ്രമീള S, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ജയൻ, ജാൻസി റെജി, തേജസ് വുമൺ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ജോളി ടോമി, സെക്രട്ടറി നിഷ അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സ്വയം സംരക്ഷണം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ലോക ഗ്ലൂക്കോമ വാരാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടത്ത് നടന്നു. വാരാചരണത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നടന്നു. ജില്ലാതല ഉദ്ഘാടനം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS യശോധരൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ കണ്ണട വിതരണം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ നിർവഹിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, റോട്ടറി ഈസ്റ്റ് ഹിൽസ് പ്രസിഡന്റ് സോജൻ കുര്യാക്കോസ്, ഷൈജ സണ്ണി, ശൈലാഭായ്, വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ മീര മാത്യു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിൽ 70ഓളം രോഗികൾ പങ്കെടുത്തു. തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ സജ്ജീകരണങ്ങൾ ചെയ്യും. കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിൽ പാതി നോമ്പാചരണം നടന്നു. ദേവാലയത്തിലെ വിയ ഡോള റോസ ഗ്രോട്ടോയുടെ മുന്നിൽ നിന്നും ആരംഭിച്ച
പരിഹാര പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ക്രിസ്തീയ വിശ്വാസത്തിന്റെയും വലിയ നോമ്പിന്റെ പരിത്യാഗ ചൈതന്യത്തിന്റെയും പ്രഘോഷണമായാണ് കാൽവരി മൗണ്ട് ഇടവകയിൽ പാതി നോമ്പാചരണം നടത്തിയത്. ഇടവക ദേവാലയത്തിലെ ദിവ്യബലിക്ക് ശേഷം ക്രിസ്തുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ദൃശ്യാവിഷ്കാര ശില്പമായ വിയോഡോള റോസ ഗ്രോട്ടോയുടെ മുന്നിൽ നിന്നും പരിഹാര പ്രദക്ഷിണം ആരംഭിച്ചു. കാൽവരി മൗണ്ട് വിനോദസഞ്ചാര കേന്ദ്രത്തോട് ചേർന്നുള്ള കുരിശുമലയിലേക്ക് നടത്തിയ കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. CMI മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻഷ്യൽ ഫാദർ റോയി കണ്ണഞ്ചിറ സന്ദേശം നൽകി. ഇവിടെ നടന്നു തീർന്ന വഴിയടയാളങ്ങളാണ് ഈ കുരിശിലേക്കുള്ളത്. ഒരിക്കൽ എങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അവർ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും ഈ കാൽവരി മലയൊന്ന് നടന്നു കയറണം എന്ന ഒരു പ്രാർത്ഥനാഭ്യർത്ഥന എനിക്കുണ്ട്. ഓരോ ചുവടും നടന്ന് കയറുമ്പോൾ, ഓരോ സ്ഥലവും നമ്മൾ പ്രാർത്ഥനാപൂർവം പൂർത്തിയാക്കുമ്പോൾ ഈശോയുടെ കുരിശിന്റെ അർത്ഥവും ആഴവും ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു കുരിശുമല ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഇടവക വികാരി ഫാദർ ഫിലിപ്പ് മണ്ണകത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബിൻ ഒഴാക്കൽ, ഡീക്കൻ ജിവിൻ CMC, ട്രസ്റ്റിമാരായ ജോസ് പുത്തേട്ട, ഷാജി ആലപ്പാട്ട്, റോയി താഴത്തുവീട്ടിൽ, സജി കാഞ്ഞിരത്തുമൂട്ടിൽ, സംഘാടക സമിതി അംഗങ്ങളായ സോഫി കല്ലുക്കുന്നേൽ, ജോയി തുണ്ടിയിൽ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആനവിലാസം സെന്റ് ജോർജ് UP സ്കൂളിന്റെ 70ാമത് വാർഷിക ആഘോഷം നടന്നു. മോട്ടിവേഷൻ സ്പീക്കറും ചിത്രകാരിയുമായ സ്വപ്ന അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയങ്ങളിൽ ഒന്നായ ആനവിലാസം സെന്റ് ജോർജ് UP സ്കൂളിന്റെ 70ാമത് വാർഷികാഘോഷ പരിപാടികളാണ് നടന്നത്. സെത്താന്ത 70 എന്ന് പേരിട്ടിരുന്ന പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. സ്കൂൾ മാനേജർ ഫാദർ റോബിൻ പട്ടർകാല അധ്യക്ഷനായിരുന്നു. സമാപന സമ്മേളനം മോട്ടിവേഷൻ സ്പീക്കറും ചിത്രകാരിയുമായ സ്വപ്ന അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ജന്മനാ നഷ്ടപ്പെട്ട തന്റെ ഇരുകരങ്ങളുമില്ലാത്ത ജീവിതത്തോട് പോരാടി മറ്റുള്ളവർക്ക് പ്രചോദനമായി തീർന്ന സ്വപ്ന അഗസ്റ്റിന്റെ വാക്കുകൾ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ വിസ്മയത്തോടെ ഏറ്റെടുത്തു. പിന്നെ അങ്ങനെ വരയ്ക്കാറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ എഡ്യൂക്കേഷനിൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എന്തെന്നുള്ള ക്വസ്റ്റ്യന്മാർക്ക് എൻ്റെ തലയ്ക്ക് മുകളിൽ വന്നു. അപ്പോൾ അങ്ങനെ ഓർത്തപ്പോൾ ഞാൻ ഈ കഴിവ് തന്നെ തുടർന്നുകൊണ്ട് പോയാൽ എന്തായിരിക്കും. പീരുമേട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ M. രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തമ്പി നാരായണൻ, ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി, സ്കൂൾ പ്രധാന അധ്യാപകൻ ബിജു ജേക്കബ്, PTA പ്രസിഡന്റ് ബിജു പീറ്റർ, ആനവിലാസം ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് സോമശേഖരൻ S, ഗ്രാമപഞ്ചായത്ത് അംഗം റോസമ്മ വർഗീസ്, MPTA പ്രസിഡന്റ് ശാന്തിനി സതീഷ്, പ്രോഗ്രാം ജനറൽ കൺവീനർ അരുൺ ദേവസ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമാശ്വാസം 2026 എന്ന പേരിൽ മുതിർന്ന പൗരന്മാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സമാശ്വാസം 2026 എന്ന പേരിൽ മുതിർന്ന പൗരന്മാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക ചെലവാണ് ഓരോ അസുഖങ്ങൾക്കും ഉണ്ടാകുന്നത്. അതെല്ലാം നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഇന്ന് നമ്മളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രോജക്റ്റ് പ്രകാരമാണ് ഇങ്ങനൊരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തി നിങ്ങൾക്ക് വേണ്ട ചികിത്സയും അതിനുവേണ്ട മരുന്നടക്കമുള്ള സാധനങ്ങൾ തരുന്നത്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെയ്മോൻ അഴകൻ പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ജയൻ, ആലീസ് സെൻ, ജെയിംസ് മാത്യു,
ചന്ദ്രൻ നാഗൻ, ജോസഫ് മുഴിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ വിഭാഗങ്ങളിൽ പരിശോധനയും ഒരുക്കിയിരുന്നു. ഡോക്ടർ അമൽ ജോ, ഹെൽത്ത് ഇൻസ്പെക്ടർ ലത ഡി, അനീഷ് ജോസഫ്, വിജിത VS, നികിത P സുനിൽ, മിഥുൻ, ജയ TP തുടങ്ങിയവർ നേതൃത്വം നൽകി. JCI അണക്കര സ്പൈസ് വാലിയുടെ 2026 ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ആദ്യമായി പുതിയ വനിതാ പ്രസിഡന്റ് ഡോണ B ജോൺസ് സ്ഥാനമേറ്റ ചടങ്ങിൽ സിനിമാ സീരിയൽ താരം അനീഷ് രവി മുഖ്യാതിഥിയായിരുന്നു. ജില്ലയിൽ ആദ്യമായാണ് JCIക്ക് വനിതാ സാരഥി ഉണ്ടാകുന്നത്. നിരവധി വർഷങ്ങൾ JCIയിൽ പ്രവർത്തിച്ച പാരമ്പര്യവുമായാണ് അണക്കര സ്വദേശിനി ഡോണ B ജോൺസ് JCI അണക്കര സ്പൈസ് വാലിയുടെ 2026 പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയത്. ഡോണയോടൊപ്പം പുതിയ അംഗങ്ങളും സ്ഥാനമേറ്റു. ചാർട്ടർ പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷനായിരുന്നു. സിനിമാ സീരിയൽ താരം അനീഷ് രവി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. JCI നാഷണൽ പ്രസിഡന്റ് അനീഷ് മാത്യു, സോൺ പ്രസിഡന്റ് ശ്യാം മോഹൻ, വൈസ് പ്രസിഡന്റ് ജിബിൻ V മാത്യു, ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജിമോൾ ഷിബി, JCI സാരഥികളായ ജെയിംസ് K ജെയിംസ്, ഷിജോസ് കറിയ, മോൻസി ദേവസ്യ, സാബുസ് കറിയ, ഡേവിസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. സ്പൈസസ് ബോർഡിന്റെ 2025-26 മികച്ച ചെറുകിട ഏലം ഉൽപാദനക്ഷമത അവാർഡ് വണ്ടൻമേട് പുറ്റടി സ്വദേശി പയസ് ജോസഫിന്. 33 വർഷമായി ഏലം കൃഷി ചെയ്യുന്ന പയസിനെ കൃഷി മികവും അനുഭവ സമ്പത്തുമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. വണ്ടൻമേട് പുറ്റടി ചന്ദ്രൻകുന്നേൽ പയസ് 33 വർഷമായി ഏലം കൃഷി തുടങ്ങിയിട്ട്. സ്വന്തമായുള്ള 5 ഏക്കറിലും പാട്ടത്തിനെടുത്ത 30 ഏക്കറിലുമാണ് കൃഷി. മികച്ചതെന്ന് തോന്നുന്ന ഏത് കൃഷിരീതിയും സ്വീകരിക്കും. ജൈവ സമ്പുഷ്ടീകരണത്തിലൂടെ മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തിയും സംയോജിത കീടനിയന്ത്രണം നടപ്പാക്കിയുമാണ് മുന്നോട്ടു പോകുന്നത്. അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് നിൽക്കണം. നമ്മൾ കൃഷി ചെയ്തിട്ട് പരാജയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാൻ മേലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു എന്തെങ്കിലും ചെടിക്കൊരു പ്രത്യേകമായ ഒരു അസുഖം എന്തെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്നാന്ന് ചോദിച്ചാൽ ഒന്ന് ചെയ്തു, അപ്പോൾ അത് പറ്റിയില്ല, അപ്പോഴത്തേക്കും നമ്മൾ അത് ഓടി അടുത്ത കടയിൽ ചെല്ലും. അവർ പറയും മറ്റേതടിച്ചോളം പറയും, ആ കെമിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ 2-3 തവണ ഒരു രോഗത്തിന് വേണ്ടി ചികിത്സിക്കേണ്ടി വരും. അപ്പോഴത്തേനും നമ്മുടെ കോസ്റ്റ് അങ്ങ് കൂടിപ്പോവും. രാസവളങ്ങളും ജൈവവളങ്ങളും അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തും. 1 ഏക്കർ സ്ഥലത്ത് നിന്ന് 1500 കിലോ ഉണക്ക ഏലയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്നു. പൈസിന്റെ വളപ്രയോഗ രീതികൾ ഉൾപ്പെടെ മനസ്സിലാക്കിയും ഉൽപ്പന്നത്തിലെ കീടനാശിനിയുടെ അളവ് പരിശോധന വിധേയമാക്കിയുമാണ് സ്പൈസസ് ബോർഡ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. അപ്പം ഫസ്റ്റ് മണ്ണ് കറക്റ്റ് ചെയ്യുന്നു, സെക്കൻഡ് വേര്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നത് അതൊന്ന് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള സാധനങ്ങൾ മാത്രം. അത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കായ്ക്കകത്ത് ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ഇതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ വിഷാംശം കൂടുതലായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദായം എടുക്കാനുള്ള ടൈം ആയി കഴിഞ്ഞാൽ മരുന്നടിക്കത്തില്ല. മരുന്നടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 15 ദിവസം കഴിയാതെ ഈൽഡിലേക്ക് പോകത്തില്ല, എടുക്കത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഇപ്പോൾ അവർ സ്പൈസ് ബോർഡ് വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ അവർ നമ്മുടെ തോട്ടത്തിൽ വന്നിട്ട് ഇത് അവർക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം നല്ല സൂപ്പർ ഈൽഡാണ്. ഏലത്തിനൊപ്പം ഫലവർഗ്ഗങ്ങളും പൈസ് കൃഷി ചെയ്യുന്നു. ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഈ കർഷകൻ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. നിക്കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 271, വിൽപ്പനയ്ക്ക് വന്നത് 69,509, വിൽപ്പന നടന്നത് 67,053. കൂടിയ വില 2,759, ശരാശരി വില 2,294.
കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 690 രൂപ. ഏലം കൂടിയ വില 2300, ഏലം ശരാശരി വില 2200. കാപ്പിപ്പരിപ്പ് 340, ഗ്രാമ്പു 875, കൊക്കോ 60, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 14,870 രൂപ, വെള്ളി 290. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്നും. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആര് ഭരിച്ചാലും കണക്ക് എന്ന ചൊല്ല് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി. ജനങ്ങളോട് താല്പര്യമുള്ളവർ ഭരിക്കുന്നതും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും പിണറായി വിജയൻ. മന്ത്രി സജി ചെറിയാനെതിരെ വിമർശനവുമായി MM മണി MLA. MM മണിയുടെ രോഷപ്രകടനം ചെങ്കുളം മൾട്ടി സ്പീഷ്യസ് മത്സ്യവിത്ത് ഫാമിന്റെ ഉദ്ഘാടന വേദിയിൽ. MM മണിയെ പ്രകോപിപ്പിച്ചത് ഉദ്ഘാടനത്തിന് സജി ചെറിയാൻ നേരിട്ട് എത്താത്തത്. വിമർശനത്തെ കൈയടിച്ച് സ്വീകരിച്ച സദസ്. ഏറെ നാളായി തങ്ങൾ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമാണ് വെള്ളാപ്പള്ളി നടേശന്റെ അയോഗ്യതയെന്ന് SNDP യോഗം മുൻ പ്രസിഡന്റ് CK വിദ്യാസാഗർ. നേരത്തെ വരേണ്ടിയിരുന്ന തീരുമാനമാണ് ഇത്. SNDPയെ അവർ കുടുംബ സ്വത്താക്കി മാറ്റി. ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയവർ പോയ വഴിക്ക് തന്നെ SNDP യോഗത്തിന്റെ ഭാരവാഹികളും പോകേണ്ടി വരുമെന്നും വിദ്യാസാഗർ. പാർട്ടി വിട്ടാൽ സുധാകരൻ വെറും ഷൂ ആണെന്ന MM മണി. സുധാകരൻ മത്സരിച്ചാൽ പാർട്ടിക്ക് വെല്ലുവിളിയാകില്ല. ആരെയും പാർട്ടിയിൽ കെട്ടിയിട്ടിട്ടില്ല. സുധാകരൻ പോയാൽ പോട്ടെന്ന് വയ്ക്കും. പാർട്ടിക്ക് കാര്യങ്ങൾ നോക്കാൻ അറിയാമെന്നും MM മണി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.